രാജ്യത്ത് ക്ഷേത്രങ്ങൾ തകർക്കുന്നത് ഒരു വാർത്തയല്ലാതായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്ത, പശ്ചിമ ബംഗാളിലെ ജയ്പായ്ഗുരി ജില്ലയിലെ ഘോലായ് ഗ്രാമത്തിൽ 4 ക്ഷേത്രങ്ങളാണ് തകർത്തത്. 2 കാളി ക്ഷേത്രവും, ഒരു ശിവക്ഷേത്രവും, ഒരു ശനിക്ഷേത്രവുമാണ് തകർത്തത്. ക്ഷേത്രങ്ങൾ തകർക്കുക മാത്രമല്ല, വിഗ്രഹങ്ങൾ കൂടി തകർക്കുന്ന നിലയിലേക്ക് പോയി. ഇതിന് തൊട്ടു പിന്നാലെ അവിടെ തടിച്ചുകൂടിയ വിശ്വാസികൾ റോഡുകൾ ഉപരോധിച്ചു. ഇപ്പോഴും റോഡ് ഉപരോധം തുടരുകയാണ്. ഇവിടെയൊക്കെ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഹിന്ദു ജാഗരണ മഞ്ച്, പ്രാദേശിക ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ഏത് നിമിഷവും ഒരു സംഘർഷാവസ്ഥയിലേക്കോ സംഘർഷം കലാപത്തിലേക്കോ മാറാനുള്ള സാധ്യതകൾ പോലീസ് കാണുന്നുമുണ്ട്. പോലീസ് ഈ പ്രതിഷേധക്കാരുമായി അനവധി വട്ടം ചർച്ചകൾ നടത്തിയിരുന്നു, പിരിഞ്ഞു പോകണമെന്നാണ്. പക്ഷേ പ്രതിഷേധക്കാരുടെ ആവശ്യം 24 മണിക്കൂറിനുള്ളിൽ ക്ഷേത്രം തകർത്തവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ പിരിഞ്ഞു പോകില്ല. ഈ പ്രതിഷേധം ഇവിടെ തുടരുക തന്നെ ചെയ്യും. റോഡുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബംഗാളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.